മദ്യനയ അഴിമതി കേസിൽ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയി. ഈ മാസം 15 വരെയാണ് റൌസ് അവന്യൂ കോടതി കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. അച്യുതൻ കൂടുതൽ വിശദാംശങ്ങളുമായി. അച്യുതൻ, വിശദാംശങ്ങൾ. കീർത്തന, അല്പം മുൻപാണ് കേജ്രിവാളുമായിട്ടുള്ള സംഘം ഇപ്പോൾ തിഹാർ ജയിലിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഈ ജയിൽ നമ്പർ 2-ലായിരിക്കും അദ്ദേഹത്തെ പാർപ്പിക്കുക എന്നുള്ള സൂചനകളാണ് ജയിൽ അധികൃതരിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്നത്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന സഞ്ജയ് സിംഗിനെ ഇപ്പോൾ ജയിൽ നമ്പർ 5-ലേക്ക് മാറ്റിയതായും അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കുമ്പോൾ ED അറിയിച്ചത് ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. പാസ്വേഡ് നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടയക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ED മുന്നോട്ട് വെച്ചത്. ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് റൌസ് അവന്യൂ കോടതി അദ്ദേഹത്തെ ഈ മാസം 15-ാം തീയതി വരെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടത്. അതേസമയത്ത് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ, കേജ്രിവാളിന്റെ അഭിഭാഷകൻ ചില അഭ്യർത്ഥനകൾ കോടതിക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണുണ്ടായത്. അദ്ദേഹത്തിന് ജയിലിൽ 3 പുസ്തകങ്ങളും അതുപോലെ തന്നെ ജപമാലയും മരുന്നും അനുവദിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചു. എന്തായാലും അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ പോലീസ് സംഘം അദ്ദേഹവുമായി, കേജ്രിവാളുമായി ഇപ്പോൾ തിഹാർ ജയിലിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. 5 മണിക്കകത്ത് അദ്ദേഹത്തെ തിഹാർ ജയിലിൽ എത്തിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. തിഹാർ ജയിലിന്റെ പരിസരത്ത് ആം ആദ്മിയുടെ പ്രതിഷേധവും അല്പം മുൻപ് ഉണ്ടായിരുന്നു. എന്തായാലും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കീർത്തി. ശരി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയി 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം 15 വരെ റൌസ് അവന്യൂ കോടതി കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. അച്യുതൻ, എന്തായാലും പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആം ആദ്മി. ഇനി ആം ആദ്മിയുടെ ഭാഗത്തു നിന്നുള്ള മറ്റു നടപടികൾ ഏത് രീതിയിലായിരിക്കും? കീർത്തന, പ്രത്യേകിച്ച് ആം ആദ്മി ഈ വിഷയത്തെ വലിയ പ്രചരണമാക്കി തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരായ ED നടപടി അത് ഈ പ്രതിപക്ഷ വേട്ടയാടൽ എന്ന രീതിയിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്നത്. നേരത്തെ ED കസ്റ്റഡിയിൽ വിട്ട സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടി കാഴ്ചവെച്ചത്. IT-യിലടക്കം ഇറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം പ്രചരണത്തിന്റെ രീതി തന്നെ പാർട്ടി മാറ്റുകയുണ്ടായി. നിശബ്ദ പ്രചാരണം പോലുള്ളവ സംഘടിപ്പിച്ചു. അതായത് ലഘുലേഖകൾ യാത്രക്കാർക്ക്, വഴിയോരത്തെ ആളുകൾക്കും മറ്റും നൽകിയിരുന്നു. അതിനെല്ലാം പുറമെ തന്നെ ഡൽഹി മന്ത്രിമാർ നേരിട്ട് ഭവന സന്ദർശനങ്ങൾ നടത്തി വീട് തോറും കയറി ഇറങ്ങി ഈ ലഘുലേഖകൾ, ED-ക്കെതിരായ ആരോപണങ്ങൾ ഉയർത്തിയുള്ള, ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ നിരത്തിയുള്ള ലഘുലേഖകൾ വിതരണം ചെയ്തിരുന്നു. ഇന്നലെയാണ് ഇന്ത്യ മുന്നണിയുടെ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള ED നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണി ഒരു മഹാറാലി രാംലീല മൈതാനത്ത് സംഘടിപ്പിച്ചത്. അതിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും മുതിർന്ന നേതാക്കൾ തന്നെയാണ് പങ്കെടുത്തത്. അവരെല്ലാം ആവർത്തിച്ചത് പ്രതിപക്ഷ വേട്ടയാടലാണ് രാജ്യത്ത് നടക്കുന്നത്, അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു, ആ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ നിരത്തിയായിരുന്നു ആ മഹാറാലി സംഘടിപ്പിച്ചത്. എന്തായാലും ഇന്നിപ്പോൾ ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. ഒപ്പം ഇനി കെജ്രിവാളിന് നിർണായകമായി തീരുന്ന ദിവസം അത് ഈ മാസം 3-ാം തീയതിയാണ്. അദ്ദേഹത്തിന്റെ ഹർജി വീണ്ടും പരിഗണനയിൽ വരുന്നുണ്ട്. ഇതിൽ ED-യോട് ഈ മറുപടി അറിയിക്കുവാൻ കൂടിയുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാം പരിഗണിച്ചുകൊണ്ട് ഏപ്രിൽ 3-ന് എന്തായാലും കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ വീണ്ടും വരികയാണ്. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കൂടി വിട്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രചരണം, അത് ആം ആദ്മിയുടെ ഭാഗത്തു നിന്ന് ഇതിനെ ഒരു രാഷ്ട്രീയ പ്രചരണമാക്കി തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ശരി, മദ്യനയ അഴിമതി കേസിൽ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അച്യുതനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.